ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്ന മധുവിധു എന്ന് പറയുന്ന സിനിമ ഈ വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്ന വൻ പരാജയമാണ് നേടുന്നതെന്ന് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഷറഫുദ്ദീൻ, ബിന്ദു പണിക്കരുടെ മോൾ കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായികുമാർ, സഞ്ജു, മധു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിഷ്ണു അരവിന്ദ് ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു മധുവിധു എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത്. മികച്ചൊരു ട്രെയിലറൊക്കെ ചിത്രത്തിന് ചുരുക്കം അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങളും ചിത്രം സ്വന്തമാക്കി. മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആയിട്ട് ചിത്രം മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് നേട്ട് 35 ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസ് നേട്ട് ഏകദേശം 40 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഡേ ബൈ ഡേ നേരിയ തോതിൽ കളക്ഷൻ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കല്യാണി പണിക്കരുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് മധുവിധു എന്ന് പറഞ്ഞ സിനിമ. എന്തൊക്കെയാണ് ഷറഫുദ്ദീന്റെ ലാസ്റ്റ് ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസ് വിജയങ്ങളായിരുന്നു. എന്തൊക്കെയാണ് ആ ഒരു ലിസ്റ്റിലോട്ട് ഒരുപക്ഷെ മധുവിധു എത്തുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഭരതനാട്യം ടു മോഹിനിയാട്ടം, വാഴാറ്റ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ ആഴ്ച എത്തിയ മധുവിധുവിനും ആ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പം മധുവിധു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.